വെൽക്കം ബാക്ക്. തുടക്കം തന്നെ ചാടി വന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ ചെയ്യാത്തൊരു സംഭവം കേട്ടാ, ഡേ വിത്ത് ഷീ. അപ്പൊ കഴിഞ്ഞൊരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായി, റീൽസ് ഒക്കെ കണ്ടിട്ടാ തോന്നുന്നു, നമ്മുടെ 1-2 റീൽ ക്ലിക്ക് ആയിണ്ടായി അല്ലേ? അപ്പോ സ്നേഹ ഫ്രണ്ടല്ലേ ബ്രോ ബ്ലോഗിലൊക്കെ കാണിക്കുമോ? അപ്പൊ എന്തായാലും ഹോസ്റ്റലിലാണ്. അപ്പൊ ഒന്ന് സൺഡേ ചെറുതായിട്ടൊന്ന് ഇറങ്ങിയപ്പോ നമ്മൾ ജസ്റ്റ് കണ്ട്. അപ്പൊ വിചാരിച്ച് എന്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഇവിടെ ഉടായ്പൊക്കെ ഞാൻ വീഡിയോയിലാക്കി നിങ്ങളെ കാണിച്ചിരുന്നായിരിക്കും സുഹൃത്തുക്കളെ. സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാം അല്ലേ? Of course. പിന്നെ നമ്മുടെ കടൽപ്പാലത്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് കിടുക്കാച്ചി വീഡിയോസ് ഒക്കെ എടുക്കണം. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. കിടിലൻ സ്ഥാനങ്ങളുണ്ട്. എത്ര മില്യൺ വെച്ച് നമ്മൾ 2 മില്യൺ 3 മില്യൺ ഒക്കെ വെച്ചിട്ട് അടുപ്പിച്ച് ക്ലിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, കമന്റ് ബോക്സിലുണ്ട്. എന്നെ മാത്രം ഫോളോ ചെയ്യുക. ബർഗർ സ്നേഹനെയാണ് നമ്മൾ കാണുന്നത്. വാട്ട് അബൌട്ട് ബർഗർ? ചായയും കോഫിയൊക്കെ അടിച്ചിട്ട് അടുത്ത പ്ലാൻ എന്നാ? ഉറപ്പായും ട്രിപ്പ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ സ്നേഹ ചേച്ചിനോട് ചായ കുടിച്ച് കഴിഞ്ഞു. ചേച്ചി അയ്യോ ക്യൂട്ട്നെസ് വാരി എറിയാണ് ചേച്ചി. ഇതൊക്കെ പ്രേമക്കൊരു പിന്നെ എന്തായാലും ചോദിക്കുന്നതാണ്, നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതെ, ഡെഫിനറ്റ് ആയിട്ടും ബെസ്റ്റ് ഫ്രണ്ടാണ്. സ്നേഹയ്ക്ക് തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് സ്നേഹ മാത്രമേ ഫ്രണ്ട് ഉള്ളൂ, അത് വേറെ കാര്യം. പിന്നെ നമുക്ക് നമ്മുടെ ഡ്യൂക്കി ബേബിനെ കാണാം. നമ്മുടെ ഡ്യൂക്കി ബേബി കഴിഞ്ഞ ദിവസം മേടിച്ച് വെച്ചൊരു മെറാട്ട കണ്ടവാട് മേടിച്ച്. തൽക്കാലം അവിടെ ഇരിക്കട്ടെ, വലിയ വ്യൂ ഒന്നും ഇല്ല, എന്നാൽ ഫൈനും കിട്ടൂല. എങ്ങനെയുണ്ട് ഫുഡി? നാടി നമ്മൾ കടൽപ്പാലം എന്നും തലശ്ശേരി വന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ മെയിൻ പരിപാടി കടൽപ്പാലം. ചിന്തിക്കണം ഇനി എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ നേരെ വന്ന് തലശ്ശേരി ഫോർട്ടിലോട്ടാണ്. പിന്നെ അവൾക്കത് ലൈനുണ്ട്, അവള് ലവറിനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളെ ലവറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളമ്മ അങ്ങനത്തെ ബന്ധമൊന്നും ഇല്ല, ആരും തെറ്റിദ്ധരിക്കും. കണ്ട നമുക്ക് ഫോർട്ടിൽ പോകണം, കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണം അല്ലേ കൂട്ടുകാരി? ഉറപ്പായി ഫോർട്ടി വന്നതാണ് കമന്റ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ഫോർട്ടിലെത്തിയപ്പോൾ അടിപൊളി സ്ഥലം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഒക്കെ എടുക്കുന്ന സ്ഥലമാണ്. ഒരാളുമില്ല, കുണ്ടന്മാരുമില്ല, ഒന്നും. അയ്യോ ആൾക്കാരുണ്ട്. ഇതാണ് പണ്ടത്തെ റോക്കി ബായ് ഉപയോഗിച്ച ഇത്, പീരങ്ങി. അതെ, മൂത്തമ്മേന്റെ മുട്ട. സോ ഗൈസ്, ഇവിടെ അപ്പാപ്പനും അമ്മമാരൊക്കെ ഉണ്ട്. പക്ഷെ എന്താ ഇത് തലശ്ശേരിയിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട്, മീൻസ് ഗ്രീൻ തീമൊക്കെ ആയിട്ടല്ലേ? ഓഫ് കോഴ്സ് യാ. നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാം. വീണ്ടും പറയാണ്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. കിടില സാധനങ്ങളൊക്കെ പോസ്റ്റ് ആക്കുന്നതായിരിക്കും. ഇനി വല്ല വീഡിയോ എടുക്കാം. സോ നമുക്ക് നോക്കാം. അയ്യോടാ, ആരാണ് ബലൂണും പാടി. ഇനിയിപ്പോൾ ബലൂണും ചോദിച്ചാൽ ആരും അടിക്കാനൊന്നും വരരുത്, ഞാനില്ല എന്തായാലും ഇല്ല. വാവ് കുണുവാവ. ആവേശത്തിൽ അധികം എനിക്കുണ്ട്. അവൾ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് കുറേ നേരം അണ്ടർസ്റ്റിമേറ്റ് ആക്കുന്നത്. എന്നോട് പറയും ഇങ്ങനെ കട്ടിയുള്ളവരൊന്നും പറ്റൂല, അതാ സോഫ്റ്റ് ആയിട്ട് വേണം. ബ്രോ ഞാൻ ഗേ അല്ല, റിയൽ മാൻ ആണ്. ആണ് എടാ, കിടിലൻ വ്യൂ പോയിന്റ് കേട്ടോ ഗൈസ്. ഇത് നമ്മുടെ ഹോസ്പിറ്റലാണ്. സോ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താ നോക്കാം. ആക്ച്വലി 1-2 സ്ഥലങ്ങളേ ഉള്ളൂ. പിന്നെ പടത്തിന് പോകണോ വേറെ എവിടെ പോകണോ എന്താ ചെയ്യാന്നറിയില്ല, കുറച്ച് സമയം ഉണ്ട്. എന്തായാലും നമുക്ക് കുണുവാവേ കുണുവാ. സോ കുണുവാവേൻ്റെ ഐഡിയ അയ്യോ സൂമായി പോയി വീഡിയോ. കുണുവാവേൻ്റെ ഐഡിയ നമ്മുടെ ബേച്ചിന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത്. അയ്യേ ചേച്ചി അതല്ല കുട്ടിയെ. സോ യാ അങ്ങനെ ഇവിടെ വന്ന് നമ്മളൊരു 2 മുട്ട അടിച്ചേട്ടാ. 2 മുട്ട അതിനിടയ്ക്ക് വരുന്നതൊക്കെ എനിക്കൊരു ബാഡായി. നമുക്കൊരു വെള്ളം മേടിച്ചു കൊടുക്കാൻ വെച്ചൊരു കടയിൽ പോയി. ആ കടയക്കാരന് എന്തോ സ്പെഷ്യലുണ്ട്. ഞാൻ എന്താ സ്പെഷ്യൽ എന്ന് അയാൾ ഇളനീർ ഷേക്കുന്ന എന്തോ പറഞ്ഞു. ഞാൻ കേട്ട പന്നി ഇറച്ചിന്നാണ്. ഞാൻ എന്താ കേട്ട പന്നി ഇറച്ചോ അങ്ങനെ പറഞ്ഞാൽ ഈ മോനെയും എൻ്റെ ഇങ്ങനെ ഒരു നോട്ടം നോട്ടം കണ്ടോടെ എനിക്കിത് ഇങ്ങോട്ട് കയറിയില്ലേ. എന്തല്ലോ പറഞ്ഞു ബാഡായി. എന്നാലും മുട്ട അടിച്ച് മാസമായി. വാഷ് ചെയ്തിട്ട് അടുത്ത സ്ഥലത്ത് പോവാം. അങ്ങനെ നമ്മൾ അവിടുന്ന് മുട്ടയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ എത്തി. ഈ സ്ഥലത്തിന് എന്താ പ്രത്യേകത? ഞങ്ങൾ എപ്പോഴും അടി ഉണ്ടാക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്നിരുന്നപ്പോ 1/2 മണിക്കൂർ അടി ഉണ്ടാക്കി. ഇന്നത് അവിടെ ഇറങ്ങിയപ്പോ തന്നെ കിട്ടേണ്ടത് കിട്ടി. അതുകൊണ്ട് ഇന്നിന് അടി ഉണ്ടാവില്ല. സോ നല്ല കിടിലം സ്പോട്ട്.
പിന്നെ ആക്ച്വലി നമ്മൾ എവിടെ പോകുന്ന പ്ലാനൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഒന്നും പറ്റിയില്ല. പിന്നെ അങ്ങനെ കൂടി വഴി ഊട്ടിക്ക് പോകാനായിരുന്നു പ്ലാൻ. ഇവിടെ കൂർഗി പോവാ, ഊട്ടി പോവാ, കൂർഗി പോവാ, അങ്ങനത്തെ ഒരു വൺ മൈൻഡഡ് ആളാ. നമ്മള് ടൗൺ ഇട്ട വീട് ഇട്ട ടൗണിൽ പോണ നമ്മളോട് കൂളാ നിന്റെ അല്ലേ സത്യം പറ. എടീ, ഞാൻ പിന്നെ എപ്പോഴും കൂളായോണ്ട് കൂള് വെക്കാറ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരിതാ 10 റുപ്യേൻ്റെ പാസും എടുത്ത് വണ്ടി അവിടെ വെച്ച് നേരെ തലശ്ശേരി. ഇന്ന് ഒരിക്കലും ഇല്ലാത്ത വെയിൽ. കാര്യം ഞാൻ നല്ലൊരു ഹാർട്ടുള്ള മനുഷ്യനായതുകൊണ്ടും വെറുതെ മഴ ചെയ്ത് അലമ്പാക്കണ്ടല്ലോ എന്ന് വെച്ചാൽ മഴ പോലും പെയ്തില്ല സുഹൃത്തുക്കളെ. നമ്മുടെ തലശ്ശേരി മാളിൽ നമുക്ക് മാളിൽ കയറിയിട്ട് ഇവിടെ പ്രവർത്തനങ്ങളൊക്കെ കാണാൻ സജി. അതെ, തലശ്ശേരി മാള് കുഞ്ഞി മാളായിരുന്നു. നമുക്ക് നേരെ സ്റ്റെയർ കയറി അങ്ങനെ പോയി റെസ്റ്റ് ചെയ്യാം. ഇനി ഒരു പടത്തിന് പോകാൻ വേണ്ടതൊരു പ്ലാൻ ഉണ്ട്. നമ്മൾ മാളുടെ മണ്ടയിലെത്തി. ഫുള്ള് കപ്പിൾസ് ആണ്. എന്താണ് എന്നെപ്പോലെ സിനിമകളൊന്നും ഇല്ല ഇവിടെ. ഓ ഗൈസ്, അങ്ങനെയാണ് കഥ. നമ്മളിങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഭാഷയ്ക്ക് ചേർന്ന് സെറ്റ് ആക്കാം. അപ്പറേ നമ്മളവിടെ പോയിരിക്കുമ്പോൾ കുറച്ച് പിങ്ക് പോലീസൊക്കെ വന്നു. പക്ഷെ അടിപൊളി സംസാരം. എന്താ മക്കളെ ഇവിടെ പരിപാടി, പബ്ലിക് പ്ലേസ്, അതാണ്. നമ്മൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവർ നല്ല രീതിയിൽ സംസാരിച്ച് വിട്ട് കുറച്ച് തവണ ആളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് എങ്ങോട്ടേലും പോകണം, പടത്തിന് പോകണം. സോ കൂട്ടുകാരെ ഹാപ്പി ആക്കാം, അതാണ് നമ്മുടെ ഹാപ്പിനെസ് അല്ല. ഐസ്ക്രീം എടുക്കണം. ഐസ്ക്രീം ടൈം. ഐക്കീം ബാവ. ഒരു ബ്ലൂ പറയും എടുത്ത് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. ഐക്കീം ടൈം. ഐക്കീം ആളിന് എന്ത് റേറ്റാ മക്കളെ. തോന്നിയ പോലെ പൈസ എടുത്തു. ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കണം. ഒരു വീഡിയോ ഇട്ടാലോ. ഓ ഗൈസ്, ഫൈനലി നേരത്തെ പിങ്ക് പോലീസ് വന്നുകൊണ്ട് പെണ്ണ് പേടിയായി. അവന് പുറത്തിറങ്ങേണ്ട രീതിയിൽ പടം കാണാൻ മേടിച്ചു. രായം കാണാം അണ്ണൻ. പിന്നെ ധനുഷണ്ണൻ കൂടെ ആരുണ്ടായ അങ്ങനെ ഒന്നും നോക്കിയില്ല. എന്തായാലും കാണാം. സോ വെൽ പ്ലാൻഡ് ആക്കിയതാ, വെൽ പ്ലാൻഡ്. സോ എന്നാലും നമുക്ക് പടം കാണാം. എങ്ങനെയായിട്ട് നോക്കാം. അടിപൊളിയല്ലേ സ്ക്രീൻ? പടം കണ്ടു കേട്ടാ, ശരിയായ പടം. അങ്ങനെ നമ്മുടെ രായം പടം കണ്ടു കേട്ടാ, ശരിയായ മൂവി. ഇതിലെ സാധനം കാണാൻ ലൈറ്റായി കേറിക്കുന്നു. ആളുടെ പൈസ കൂടുതലാണ്, എല്ലാം കൂടുതലാണ്. പക്ഷെ എന്നാലും ഇവിടെ വന്ന് കണ്ട് അടിപൊളി സാധനം. ധനുഷണ്ണൻ മസ്റ്റ് വച്ചേട്ടാ, ഇനിയും കണ്ടില്ലേ. അപ്പൊ മൂവിനെ പറ്റി 2 വാക്ക്. വളരെ നല്ലതായിരുന്നു. അപ്പൊ അങ്ങനെ ഡൗൺ ടോപ്പ് ആണ് സക്സസ്ഫുള്ളി മൂവി ഓവർ. ഇഷ്ടമായില്ലേ? പെർഫെക്റ്റ് പടം. കണ്ടിലേക്ക് നഷ്ടം. ഞാൻ വീണ്ടും പറയാം, 1 മണിക്കൂറും കൂടിയല്ല, ഇങ്ങനെ കൊണ്ടേ വിടണം. പോവല്ലേ? പഴം കഴിഞ്ഞപ്പോ ഒരു ചായ അടിക്കാൻ വെച്ചു. കോപ്പിറൈറ്റ് അടിക്കും. ഇപ്പൊ അവളുടെ ലവർ അയച്ച എന്തെല്ലോ ചാറ്റൊക്കെ വായിച്ചോണ്ടിരിക്കുകയാണ്. കോഫി കുടിക്കുക, എന്നിട്ട് ലവറിനോട് ചാറ്റാട്ടോ. നമ്മള് കോഫിയും ചായയും കുടിച്ചിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മളിരുന്നോളൂ. എത്ര കാലമായി കോഫി കുടിക്കുന്നല്ലേ കേസ്. അങ്ങനെ നമ്മുടെ അന്ന് ബർത്ത്ഡേ സ്ഥലം പോലെ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. സമയം വളരെ ഓവറായി. 15 മിനിറ്റ് ആണ്. ഇവിടെ നിന്ന് ഹോസ്റ്റലിൽ കയറാം. കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വരും. വീണ്ടും പറയാണ്, ഫോളോ ചെയ്യുക, ഇവിടെ കൊണ്ടേക്കാം. ചേട്ടല്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നേരെ പോണം. ബൈ.